കമൽഹാസൻ, മണിരത്നം, രാം ഗോപാൽ വർമ്മ. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മലയാളത്തിന്റെ മോഹൻലാലിന്റെ ചില സെലിബ്രിറ്റി ആരാധകരുടെ പേരാണ്. ആ കൂട്ടത്തിലേക്ക് ഹോളിവുഡിൽ നിന്നും ഇനി ഒരാളുടെ പേരുണ്ടാവും, കോസ്മോ ജാവിസ്. ഓസ്കാർ പുരസ്കാര ജേതാവ് കിലിയൻ മർഫി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പീക്കി ബ്ലൈൻഡേഴ്സിലും നെറ്റ്ഫ്ലിക്സിന്റെ ഷോഗണിലും ഒരു സുപ്രധാന വേഷം ചെയ്യുന്ന ഹോളിവുഡ് താരം കോസ്മോ ജാവിസ് ആണ് തന്റെ പ്രിയപ്പെട്ട നടന്മാർക്കൊപ്പം മോഹൻലാലിന്റെ പേരും പറഞ്ഞത്. ചാർലി ചാപ്ലിൻ, ആന്റണി ഹോപ്കിൻസ്, ഡാനിയൽ ഡെ ലൂയിസ്, പീറ്റർ സെല്ലാർസ്, ഗാരി ഓൾമാൻ, വോക്കിൻ ഫിനിക്സ് തുടങ്ങിയ ഇതിഹാസ നടന്മാർ അടങ്ങിയ ലിസ്റ്റിൽ മോഹൻലാലിന്റെ പേര് ശ്രദ്ധിച്ച ആരാധകർ ഉടൻ തന്നെ സംഗതി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയായിരുന്നു. ദി ആർട്ടിക്കിൾ മാഗസിൻ എന്ന ഫിലിം വെബ്സൈറ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കോസ്മോ ജാവിസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒരു ഹോളിവുഡ് താരം എങ്ങനെയാണ് മോഹൻലാലിന്റെ സിനിമകൾ കണ്ടുവെന്നതും മോഹൻലാലിനെ അദ്ദേഹം എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെയുള്ള അനവധി ചോദ്യങ്ങളാണ് പോസ്റ്റുകൾക്കിടയിൽ ആരാധകർ കമന്റ് ചെയ്യുന്നത്. വിഷയത്തിൽ പ്രതികരിച്ച് മോഹൻലാലിനെ വാനോളം പുകഴ്ത്തുന്നവരുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ റേഞ്ച് വെച്ച് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്നവരും ഉണ്ട്. ചുരുക്കം ചിലരെങ്കിലും ഇതിനോട് വിയോജിക്കാതെയും ഇരുന്നില്ല. എല്ലാം ചുമത്തള്ളാണെന്നായിരുന്നു ആദ്യവാദം. അഭിമുഖം പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റ് ലിങ്ക് സംശയമുള്ളവർക്കെല്ലാം ആരാധകർ കൊടുത്തു. താരം നൈസായിട്ട് IMDbയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് വായിച്ചതാവും എന്ന് മറ്റൊരു കമന്റ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ മാത്രം മറ്റൊരു ഇന്ത്യൻ നടന്റെയും പേര് പറഞ്ഞില്ല എന്നതാണ് ആരാധകരുടെ ചോദ്യം. ഇതിലൊന്നും പെടാത്ത കമന്റുകളുമുണ്ട്. ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? സായിപ്പിന്റെ വാലിഡേഷൻ കിട്ടിയിട്ട് വേണമെന്ന് ചോദിക്കുന്ന മറ്റൊരു കൂട്ടർ. എന്നാൽ അങ്ങനെ നെഗറ്റീവ് സെൻസിൽ കാണണ്ട, മലയാള സിനിമയെ ലോകത്തിന്റെ പല കോണിലും ഇരുന്ന് പലരും ആസ്വദിക്കുന്നതിന്റെ തെളിവായി കണ്ടാൽ പോരാ ഇതെന്നാണ് മറ്റൊരു മറുവാദം. പീക്കി ബ്ലൈൻഡേഴ്സും ഷോഗണ്ണും മാത്രമല്ല, അനിഹിലേഷൻ, ലേഡി മാക്ബത്ത്, പെർസുവേഷൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.